മലയാളികളുടെ ഉള്ളിൽ എന്നും വേദന നിറക്കുന്ന ഓർമ്മയാണ് നടൻ ജിഷ്ണു രാഘവന്റെ വേർപാട്. 7 വർഷം മുൻപുള്ള ഒരു മാർച്ച് 25-നാണ് ജിഷ്ണു നമ്മോട് വിട പറഞ്ഞത്. നമ്മൾ എന്ന സിനിമയിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി മാറിയ നടനാണ് ജിഷ്ണു രാഘവൻ. ആ നിഷ്കളങ്കമായ ചിരി ഇന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ്. 2014 മുതൽ ക്യാൻസർ രോഗത്തിന് ചികിത്സയിലായിരുന്ന ജിഷ്ണു 2016-ലാണ് ക്യാൻസറിനോട് പൊരുതി മരണത്തിന് കീഴടങ്ങിയത്. രോഗം കാർന്നു തിന്നുമ്പോഴും അസാമാന്യമായ ധൈര്യവും ആത്മവിശ്വാസവും ജിഷ്ണു പ്രകടിപ്പിച്ചിരുന്നു. താൻ ക്യാൻസർ ബാധിതനാണെന്ന് ഫേസ്ബുക്കിലൂടെ തുറന്നു പറഞ്ഞ ജിഷ്ണു രോഗകാലത്തെ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു. ചികിത്സക്കിടയിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ ജിഷ്ണു സജീവമായിരുന്നു. രോഗം ബാധിച്ച പലർക്കും ധൈര്യവും ആത്മവിശ്വാസവും പകർന്നു. 1987-ൽ അച്ഛൻ രാഘവൻ സംവിധാനം ചെയ്ത കിളിപ്പാട്ട് എന്ന ചിത്രത്തിൽ ബാലതാരമായാണ് ജിഷ്ണു മലയാള സിനിമയിലേക്ക് കടന്നു വന്നത്. 15 വർഷങ്ങൾക്ക് ശേഷം കമൽ സംവിധാനം ചെയ്ത നമ്മൾ എന്ന ചിത്രത്തിലൂടെ നായകനായി അരങ്ങേറ്റം കുറിച്ചു. നാക്കിൽ അണപ്പല്ലുകൊണ്ടുണ്ടായ ഒരു ചെറിയ മുറിവ് കൃത്യസമയത്ത് ചികിത്സിക്കാതിരുന്നതിനാൽ ഇൻഫെക്ഷൻ ആവുകയും അത് ക്യാൻസറായി മാറുകയും ചെയ്തിരുന്നു. ജിഷ്ണുവിന്റെ രോഗത്തെയും മരണത്തെയും കുറിച്ച് പിതാവായ രാഘവൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഏറെ ചിന്തനീയമാണ്. ചെറിയ ഒരു ചികിത്സ കൊണ്ട് ഭേദമാക്കാമായിരുന്ന മുറിവാണ് തന്റെ മകന്റെ മരണത്തിനിടയാക്കിയതെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. അവസാന നാളുകളിൽ കാറ്റടിച്ചാൽ പോലും വേദനിക്കുന്ന അവസ്ഥയായിരുന്നു എന്റെ കുഞ്ഞിന്. ഇന്നും അവന്റെ ഓർമ്മകളിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. 3-ാം തവണയും ക്യാൻസർ വന്നപ്പോഴാണ് അമൃത ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോഴേക്കും ശരീരം നന്നായി ക്ഷീണിച്ചിരുന്നു. കൈയും കാലും ചലിപ്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് എല്ലാവരോടും സംസാരിച്ച് ഓടി നടന്ന മകൻ പെട്ടെന്ന് ഒന്നും മിണ്ടാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥ ഏതെങ്കിലും അച്ഛനെ കണ്ടു നിൽക്കാൻ കഴിയുമോ? അവസാന കാലങ്ങളിൽ ഇട്ടിരുന്ന ഷർട്ടിന്റെ ബട്ടൺ പോലും തരിച്ച് അഴിക്കാൻ പറ്റില്ലായിരുന്നു. ഒരു കാറ്റ് വന്നാൽ വേദനിക്കുന്ന ശരീരമായിരുന്നു. ഞങ്ങളെ വേദനിപ്പിക്കണ്ട എന്ന് കരുതി ഒന്നും പറയില്ല. ഭക്ഷണം കഴിക്കാനും മൂത്രം എടുത്തു മാറ്റാനും വേണ്ടി ശരീരത്തിൽ 2 തുളയിട്ടിരുന്നു. വല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു അത്. അണപ്പല്ല് ഉറഞ്ഞ് നാവിൽ മുറിവുണ്ടാവുന്നത്. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ അത് അത്ര വലിയ കാര്യമാക്കിയില്ല. വല്ലാത്ത വേദന വന്നപ്പോഴാണ് ജിഷ്ണു ഡോക്ടറെ കാണിച്ചത്. മുറിവിൽ ഫംഗസ് ഉണ്ടായാൽ ലൂക്കോപ്ലാക്കിയ എന്ന ക്യാൻസറിന് വഴിയൊരുക്കുമെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പിന്നീട് ഒരിക്കൽ നാട്ടിൽ വന്നപ്പോൾ RCCയിൽ പോയി കാണിച്ചു. എൻഡോസ്കോപ്പി ചെയ്തുവെങ്കിലും കുഴപ്പമില്ല എന്നാണ് അന്ന് ഡോക്ടർ പറഞ്ഞത്. എന്നാൽ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വേദന വന്നു. MRI സ്കാനിംഗ് ചെയ്തപ്പോൾ ക്യാൻസർ ആണ് എന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചു. അത്യാവശ്യമായി സർജറി വേണമെന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത്. എന്നാൽ ആ സമയം ഏറ്റെടുത്ത 2 സിനിമകളുടെ തിരക്കിലായിരുന്നു ജിഷ്ണു. സർജറി കഴിഞ്ഞാൽ കുറച്ചു കാലത്തേക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നറിയാവുന്നത് കൊണ്ട് ഡോക്ടർമാരോട് സാവകാശം ചോദിച്ചു. പിന്നീട് ആ സർജറി നടത്തി. രോഗം മാറിയെന്ന് കരുതി ഞങ്ങൾ സന്തോഷിച്ചു തുടങ്ങിയപ്പോഴാണ് തൊണ്ടയിൽ ഒരു മുഴ പോലെ വന്ന് ശ്വാസം എടുക്കാൻ പോലും പ്രയാസമാണ് എന്ന അവസ്ഥ വന്നത്. വീണ്ടും ഡോക്ടറുടെ അടുത്തേക്ക്. അത് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചു. പിന്നീട് അങ്ങോട്ട് നരക ജീവിതമായിരുന്നു ഞങ്ങളുടേത്. ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് എല്ലാവരോടും സംസാരിച്ച് ഓടി നടന്ന മകൻ പെട്ടെന്നൊന്നും മിണ്ടാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥ ഏതെങ്കിലും ഒരു അച്ഛന് ഇത് കണ്ടു നിൽക്കാനാകും? അവന്റെ കൂടെ നിന്ന് അവസാന കാലം വരെയും എന്റെ കുഞ്ഞിനെ ഞാൻ തന്നെയാണ് നോക്കിയത് എന്നും കണ്ണീരോടെ അദ്ദേഹം പറയുന്നു.